ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ചിറോട്ട. അപ്പോൾ ചിറോട്ട എന്നും ചിറോട്ടിന്നും ചിറോട്ടയെന്നും ഒക്കെ പറയും. ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ചിറോട്ട അല്ലെങ്കിൽ ചിറോട്ട ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ബോൾ എടുക്കുകയാണ്. ആ ബോളിലേക്ക് 2 കപ്പ് മൈദ ചേർക്കാം. 240 ഗ്രാമാണ്. മെഷർ ചെയ്തെടുക്കുകയാണെങ്കിൽ 240 ഗ്രാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് സൺഫ്ലവർ ഓയിലും കൂടെ എടുത്തേക്കാണ്. അതിൻ്റെ 2 ടേബിൾ സ്പൂൺ നമുക്ക് ഇവിടെ ചേർക്കാം. നെയ്യും സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ്. നന്നായിട്ട് റബ്ബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മൈദയിലേക്ക് ഈ നെയ്യ് വരട്ടി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു തൊടുമ ഫീൽ ചെയ്യും, ചെറിയൊരു നനവ് ഫീൽ ചെയ്യും. ആ രീതിയിലാവണം എല്ലായിടവും ഇതേപോലെ ആയി വരണം. ഈ സ്റ്റേജ് ആയി കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് വെള്ളം ചേർക്കാം. വെള്ളം ചേർക്കുമ്പോൾ കൂടിപ്പോകരുത്. കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എണ്ണ വല്ലാണ്ട് കുടിക്കും. കാൽ കപ്പ് വെള്ളം ഞാൻ ചേർത്തു. എൻ്റെ ഒരു അടുത്ത 1/4 കപ്പിൻ്റെ പകുതിയും കൂടെ ചേർക്കാം. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. 1/4 കപ്പും 2 ടേബിൾ സ്പൂണോടൊക്കെ നമുക്ക് ആവശ്യം വരാറുള്ളൂ. ഇച്ചിരി ടൈറ്റായിട്ടുള്ളൊരു ഡോ ആയിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ രണ്ടാമതെടുത്ത 1/4 കപ്പിൻ്റെ പകുതിയോളം ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ട്. പകുതി അതിനകത്തുണ്ട്, മതിയാവും. നമ്മൾ കുഴയ്ക്കുമ്പോൾ ഒത്തിരി ടൈറ്റാന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കുക. നല്ല ഫേമാണ്. നമ്മൾ കുറച്ച് നേരം കുഴച്ച് വെക്കും. ആ സമയം കൊണ്ടത് സോഫ്റ്റ് ആയിക്കോളും. കുറച്ച് 1/2 ടീസ്പൂൺ ഈ എണ്ണയും നെയ്യുടെ മിക്സർ 1/2 ടീസ്പൂണോളം ചേർത്ത് കവർ ചെയ്ത് വെക്കുക. ഇനി ഒരു നന്ന തുണിയിട്ട് കവർ ചെയ്ത് ഒരു 3/4 മണിക്കൂർ മാറ്റി വെക്കാം. കുറച്ച് നേരം നമ്മൾ മാറ്റി വെച്ചേക്കായിരുന്നു. എന്നിട്ട് ഞാൻ ഒന്ന് നീഡ് ചെയ്തായിരുന്നു. അപ്പം ഒന്നുകൂടെ സോഫ്റ്റാവും. ഇതേപോലെ കിട്ടി. ഇനി നമുക്കൊരു 4 ഉരുളകളായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. ഓരോ ഉരുളകളും നമുക്ക് പരത്തിയെടുക്കണം. അപ്പോൾ ബാക്കിയുള്ള ഉരുളകൾ നമ്മൾ കവർ ചെയ്ത് തന്നെ വെക്കുക. എന്നിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഒരു റെക്ടാങ്കിൾ ഷീറ്റായിട്ട് പരത്തിയെടുക്കാം. എത്രയും തിന്നാക്കാമോ അത്രയും തിന്നായിട്ട് വരട്ടിയെടുക്കുക. ഇതേപോലെ നല്ല തിന്നായിട്ട് പരത്തിയെടുത്തു. ഇനി ബാക്കിയുള്ള ഉരുളകൾ ഇതുപോലെ തിന്നായിട്ട് പരത്തിയെടുക്കുക. കൈ വെച്ച് കഴിഞ്ഞാൽ അത്രയും ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ആ രീതിയിലെടുക്കുക. അപ്പോൾ നല്ല തിന്നായിട്ട് നമ്മൾ 4 ഉരുളകളും പരത്തിയെടുത്തു. ഇനിയും ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത റിഫൈൻഡ് ഓയിൽ നെയ്യുടെ മിക്സറാണ്. 2 ടേബിൾ സ്പൂൺ ബാക്കിയുണ്ട്. മൊത്തം 4 എടുത്തത്. 2 നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് എടുത്തു. ബാക്കി 2 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയോ മൈദയോ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതൊരു സ്പൂൺ സ്പ്രെഡ് ചെയ്യാം.
അടുത്ത ലെയർ വെച്ച് അതിൻ്റെ പുറത്തേക്ക് ഇടാം. എല്ലാ സൈഡും ജോയിൻ ചെയ്യുക. റോൾ ചെയ്തെടുക്കാം. ആദ്യത്തെ റോള് മാത്രം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഉരുട്ടിയെടുക്കുക. ടൈറ്റായിട്ട് ഉരുട്ടിയെടുക്കുക. ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ചെറുതായിട്ട് വേണമെങ്കിൽ ചെറുതായിട്ട് ചെയ്യാം, ഇച്ചിരി വണ്ണത്തിൽ വേണമെങ്കിൽ വണ്ണത്തിൽ ചെയ്യാം. ഇത് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ മഹാരാഷ്ട്രയിലൊക്കെ ചിറോട്ടി വളരെ പോപ്പുലർ. അതൊരു 3-4 ലെയർ വെച്ചിട്ടാണ് ഉണ്ടാക്കുക. അതുപോലെ ഇത്രയും കട്ടിക്ക് അങ്ങ് എടുക്കുക ചെയ്യുക, പരത്തുന്നില്ല. നമ്മൾ ചെയ്യുന്നത് 2 ലെയർ വെച്ചിട്ടാണ് അതേപോലെ തിന്നായിട്ട് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ക്രിസ്പി ആയിട്ട് കിട്ടും. ഇതേപോലെ പരത്തിയെടുക്കുക. അതിൻ്റെ ടെയിലുണ്ട്, അതിൻ്റെ വാലറ്റ ഉണ്ടെങ്കിൽ അത് അടിയിലേക്ക് ടക്ക് ചെയ്തിട്ട് പരത്തിയെടുക്കുക. ഇതേപോലെ കിട്ടും. ഇതേപോലെ എടുത്ത് കയ്യിലൊന്ന് പ്രസ് ചെയ്യുക. നമുക്ക് അതിൻ്റെ ലേസ് എല്ലാം കാണാം. ഇനിയും തിന്നായിട്ടങ്ങ് പരത്തിയെടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം പരത്തിയെടുക്കാം. നമ്മൾ ഒരു റോള് ഫുള്ളായിട്ട് ഞാൻ പരത്തിയെടുത്തു. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ആ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഏത് എണ്ണയിലും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടാകുമ്പം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇടുമ്പോൾ നല്ല ചൂടിലിടുക. അതിനുശേഷം മീഡിയം ഹീറ്റിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇതേപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ എടുക്കാം. അപ്പോൾ ഇതേപോലെ ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ സേവറി ആയിട്ട് തന്നെ കഴിക്കാം. മധുരം ഇല്ലാണ്ട് കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് മധുരം വേണമെങ്കിലും കൊടുക്കാം. അപ്പം ഞാൻ പൗഡേർഡ് ഷുഗറാണ് കൊടുക്കുന്നത്. അതിലേക്ക് ഇട്ടിട്ട് പൗഡേർഡ് ഷുഗർ സ്പ്രിങ്കിൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ചീടയുടെ റെസിപ്പിക്കകത്ത് ഷുഗർ സിറപ്പിൽ കോട്ട് ചെയ്തിട്ട് വിളയിച്ചെടുത്തായിരുന്നു. അതേപോലെ വേണമെങ്കിലും നമുക്ക് ഷുഗർ സിറപ്പിൽ കോട്ട് ചെയ്തിട്ട് വേണമെങ്കിലും ചിറോട്ടി ചെയ്യാം. നമ്മൾ ത്രൂ ഔട്ട് മീഡിയം ഹീറ്റിലാണ് കുക്ക് ചെയ്തത്. ഇതേപോലെ ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ എടുക്കുക. എണ്ണയൊന്ന് പോയി കഴിയുമ്പോൾ ഈ ബൗളിലേക്ക് ഇട്ട് പൗഡേർഡ് ഷുഗർ കോട്ട് ചെയ്യുക. നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ചിറോട്ട ഈ ഒരു അളവിലാണ്, ഇത്രയും ക്വാണ്ടിറ്റി കിട്ടിയിരിക്കുന്നത്. 2 കപ്പിലാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട്. ഇപ്പോൾ എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെക്കുകയാണെങ്കിൽ ഒരു 3 ആഴ്ചയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കഴിക്കാം. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുക. നല്ല റെസിപ്പിയാണ്. നല്ല മുരുമുരാന്നാണ് ഇതിൻ്റെ ടെക്സ്ചർ വന്നേക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.